നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് നിഹാർ. ഇത് എൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. ഈ വ്ളോഗിൽ കൂടെ എൻ്റെ ജീവിതം നിങ്ങൾക്ക് കാണാം. സോ ലെറ്റ്സ് ബിഗിൻ. ദുബായിലിപ്പം ചൂട് കുറഞ്ഞിട്ടൊന്നുമില്ല, ഭയങ്കരമായിട്ട് ചൂടുണ്ട്. പ്ലസ് ഹ്യൂമിഡിറ്റി. ഇന്നലെ ഭയങ്കരമായിട്ട് സാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇന്ന് കുറച്ചൊന്ന് സെറ്റിലായിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഹ്യൂമിഡിറ്റി. ഇപ്പോൾ രാവിലെ 6:15 ഞാൻ ഒന്ന് വെറുതെ വാക്കിങ്ങിന് ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വന്നാണ്. അപ്പം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് ഇവിടുന്ന് ഇനി കണ്ടിന്യൂ ആയിട്ട് തുടങ്ങും. നോ മോർ ഹാങ്ങിങ് ഔട്ട്, ഐ ഹാവ് ടു ഡു സംതിങ്. അപ്പോൾ ഈ വ്ളോഗിനെ പറ്റി സംസാരിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി എസ്കേപ്പ് ടു ഫ്രീഡം. ഞാനിപ്പോൾ പെട്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ഫ്രീഡം വേണം. എല്ലാ ദിവസവും ഇറ്റ്സ് ഓൾമോസ്റ്റ് മോർ ദാൻ 2 months നൗ ഐ ബീൻ വെയിറ്റിംഗ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് കൺട്രി, ബട്ട് അനേബിൾ. എൻ്റെ തെറ്റുകൾ തന്നെയാണ്, എൻ്റെ മെയിൻ തെറ്റുകളാണ്. തെറ്റുകളൊന്നും ആയിട്ടും പറയാൻ പറ്റില്ല. പാൻഡമിക് വന്നുപോയി, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പാൻഡമിക് വന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പെട്ടുപോയത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾക്കൊരു ഫൈനാൻസിൻ്റെ ഒരു സപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്ന വെച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാനെ. അപ്പോൾ ഈ വ്ളോഗിൽ കൂടെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയും. ദുബായ് ഓൾമോസ്റ്റ് കമ്മിങ് ടു എൻ എൻഡ്. അപ്പോൾ ദുബായിൽ വന്നിട്ടൊരു പലരും വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ട് കുറേ കൊല്ലമായി. ഹിന്ദിയിലായിരുന്നു, ഇപ്പോൾ മലയാളത്തിൽ. അപ്പോൾ ഇതിൽ കൂടെ എൻ്റെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം ഞാൻ മലയാളം ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. സോ ലെറ്റ്സ് സീ വാട്ട് ലൈഫ് ഹാസ് ഗോട്ട് ഫോർ മീ ഇൻ ദി കമ്മിങ് ഫ്യൂച്ചർ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഓൾമോസ്റ്റ് 3 മാസമായി ഞാൻ എൻ്റെ ഈ വ്ളോഗ് ആക്ച്വലി ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാം. പിന്നെ വ്ളോഗ് ഇനി ഇവിടുന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങാം. ഐ മീൻ വലിയ ആർഭാടമായിട്ടൊന്നുമല്ല തുടങ്ങിയത് ഞാൻ വ്ളോഗ്. എനിക്കിഷ്ടമായിരുന്നു വ്ളോഗ് ചെയ്യാൻ. എൻ്റെ ഹിന്ദി ചാനൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ ഒരു വേറൊരു ചാനലും കൂടി ഉണ്ട്, വാണ്ടറേഴ്സ് ബൈ നിയോ. പക്ഷെ അതല്ലാണ്ട് എനിക്കൊരു മലയാളം ചാനൽ തുടങ്ങണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ ഡെയിലി ഒരു വ്ളോഗ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വ്ളോഗിങ്ങിലോ അല്ലെങ്കിൽ 1 വ്ളോഗിങ്ങിലോ ഇടാമെന്നാണ് വിചാരിച്ചിട്ട് തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഫുള്ള് സിസ്റ്റം അങ്ങോട്ട് ചേഞ്ചായി UAE-ൽ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് തുടക്കം ഇവിടുന്ന് തന്നെ ആവാം. അപ്പോൾ ഈ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എൻ്റെ ഉയർച്ചയും എല്ലാതും ഉയർച്ചയുണ്ടെങ്കിൽ, ബട്ട് ഐ എം ട്രൈങ്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഗിവ്സ് അപ്പ്, ഐ എം ട്രൈങ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാതും ഞാൻ ഈ ചാനൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഐ ആം എ ടോട്ടൽ ഫെയിലിയർ. പാൻഡമിക് കഴിഞ്ഞിട്ട് 2020 പാൻഡമിക് കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്, ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തിയിരുന്നത് 10-23-30 കൊല്ലമായി ഞാൻ അവിടെ ദുബായിൽ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സീറോ എന്ന് പറഞ്ഞാൽ സീറോ. ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ താമസിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി സീറോ. അപ്പോൾ ഈ സീറോന്ന് നമ്മൾക്ക് എങ്ങനെ ഇനി മോളിക്ക് കയറാം, അതിൽ എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. എൻ്റെ വൈഫും മോനും ജൂൺ 1 ഇവിടുന്ന് പോയി. ഔട്ട് പാസിൽ കൂടെയാണ് അവർ അയച്ചത്. കാരണം നമ്മളുടെ എല്ലാവരുടെയും വിസ കഴിഞ്ഞിരുന്നു. പാൻഡമിക് കഴിഞ്ഞിട്ട് വിസ നമ്മൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെയും ഓൾമോസ്റ്റ് 2 കൊല്ലം ആയിട്ട് അവർക്ക് വിസ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ 3 കൊല്ലം ആവാറായി. ഈ ഓഗസ്റ്റിൽ എൻ്റെ 3 കൊല്ലമാവും. അപ്പോൾ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഔട്ട് പാസിൽ കൂടെ. കാരണം ഞാൻ ബിസിനസ് നടത്തിയോണ്ട് എനിക്ക് എൻ്റെ രീതി വേറൊരു ലെവലിൽ കൂടെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഫൈനുള്ളത് അത് കുറയ്ക്കണം. ആ ഫൈന് കുറയ്ക്കാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. വൈഫിനും മോനും ഫൈന് കൊടുക്കേണ്ടി വന്നില്ല, ഔട്ട് പാസിൽ കൂടെ അയച്ചു. പക്ഷേ എൻ്റെ ആ സിറ്റുവേഷൻ അല്ല. എൻ്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. അപ്പോൾ എൻ്റെ ഫൈനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 38,000 to 40,000 ദിറംസ് ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് ഒരു 10% വരെ ആക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടത്തുന്നത് നമ്മൾ. അതൊരു പ്രാവശ്യം ആക്കിക്കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് പോവാം. പക്ഷെ അതല്ലാണ്ട് വേറൊരു മെയിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയിരുന്ന ബിസിനസ്സിൻ്റെ റെൻറ്റിൻ്റെ കൊടുക്കാൻ പറ്റാത്തതുണ്ട്. കഴിഞ്ഞ 2-3 മാസം 4 മാസത്തെ റെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരതിൻ്റെ മുകളിലൊരു കേസ് ഇട്ടു. അപ്പോൾ ആ കേസ് ക്ലിയർ ചെയ്യാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ. എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാണ്ട് ക്ലയൻസിൻ്റെ നിന്ന്. അപ്പോൾ അവരുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പലവർക്കും
ചിലർ ലക്കി ആയിരിക്കും, ചിലർ അൺലക്കി ആയിരിക്കും. നമ്മളുടെ നക്ഷത്രങ്ങളുടെ അനുസരിച്ച് നമ്മളുടെ ജീവിതം മുമ്പിലേക്ക് കയറും. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അത് പറ്റൂല, നടക്കൂല. ചിലർ ഒന്നും ചെയ്യേണ്ട തന്നെ അവർ നല്ലൊരു നിലയിലെത്തും. ഞാൻ നിങ്ങളോടത് വിശ്വസിക്കാനല്ല പറയണത്, പക്ഷെ പലരും വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ ഒരു നിമിത്തം അതനുസരിച്ചിട്ട് ഇപ്പോൾ എൻ്റെത് ഇവിടെ നടക്കണില്ല. ഈ രാജ്യത്ത് ഇപ്പോൾ ഞാൻ 30 കൊല്ലമായിട്ട് ഒരു സേവിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി തിരിച്ചു വന്നതായിരുന്നു, പിന്നെയും തിരിച്ചിങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ അവിടെ പെട്ടു. അല്ലെങ്കിൽ അന്ന് 6 കൊല്ലം 7 കൊല്ലം മുമ്പ് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ, തിരിച്ച് ഡൽഹിയിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോയാൽ. ഇതുമാതിരി തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് രാജേഷ്, അവനും ഇവിടുന്ന് വിട്ടുപോയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 15 കൊല്ലമായി. ഇവിടെ ഓൾമോസ്റ്റ് അവൻ 10-12 കൊല്ലം കഷ്ടപ്പെട്ടു, പക്ഷേ കരടക്കാൻ പറ്റില്ല. പക്ഷേ നാട്ടിൽ നിന്നിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ അവൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങി. കുരിയറിൻ്റെ സർവീസാണ്, കാർഗോ കുരിയർ സർവീസസ് ആണ്. അതിപ്പോൾ നല്ലോണം നടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എന്ന് വെച്ചാൽ ചിലർക്ക് ചില രാജ്യങ്ങൾ ശരിയാവില്ല, ചിലർക്ക് ശരിക്കും അങ്ങോട്ട് പിടിക്കും. അപ്പോൾ നമ്മളുടെ ബായി ലക്ക് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ കടക്കാം അതുള്ള അതാണ് ആ നോട്ടത്തിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ വൈഫും മോനും പോയിട്ട് 2 മാസം വരെ. ഇന്ന് ഓഗസ്റ്റ് 1, ജൂൺ 1 അവർ പോയത്. എനിക്ക് ഇതുവരെ ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഡെയിലി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഓരോരോ ലെവലിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പറ്റണില്ല. പൈസ ഉണ്ടോ എന്തും നടക്കും, പൈസ ഇല്ലയോ യു ആർ സ്റ്റക്ക്. അതാണ് ദുബായ്. അന്ന് ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയോ എന്തിനെ പറ്റിയോ ഒന്നും ഇതാക്കി പറയല്ല. ഞാനിവിടെ കുറേ നാൾ നിന്നാണ്. കുറച്ച് നാൾ നല്ലതായിരുന്നു, കുറച്ച് നാൾ പോയി. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ദുബായ് പണ്ടത്തെ മാതിരിയല്ല. ഞാൻ ചെറുപ്പം മുതൽ 5-ാം വയസ്സ് മുതൽ ഞാനിവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ദുബായ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, പിന്നെ ജീവിക്കുന്ന രീതി പലതും ചേഞ്ച് ആയിട്ടുണ്ട്. റെൻ്റ് ഹൈക്കായി ഭയങ്കരമായിട്ട്. ഡെവലപ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് ഇവരുടെ കൂടിയിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. അവരുടെ എക്കണോമി അവർ അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് അതനുസരിച്ചിട്ടുള്ള സാലറിയോ നമുക്കതനുസരിച്ചിട്ടുള്ള പൈസയും വേണം. അല്ലാണ്ട് ഇങ്ങനെ എന്താണ് പറയുക, ഷെയറിങ് അക്കോമഡേഷനും പലരും, നമ്മുടെ മലയാളികൾ തന്നെ പലരും ഷെയറിങ് അക്കോമഡേഷനും പിന്നെ ബെഡ് സ്പേസിലും ജീവിച്ചിട്ട് പൈസ ഉണ്ടാക്കി ഇവിടുന്ന് പോയവരുണ്ട്. പല സിനിമകളിൽ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദുബായിൽ വരണോ അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വരാം. കാരണം ലൈഫ് ഈസ് നോട്ട് ഈസി ആസ് യു തിങ്ക്. യു ഹാവ് ടു സ്ട്രഗിൾ ഇൻ അതർ കൺട്രീസ്. ഇഫ് യു ആർ സ്റ്റക്ക്, പിന്നെ പെട്ടുപോയി. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു ആർ സ്റ്റക്ക്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ അധികം പറയാനില്ല, എൻ്റെ സ്വന്തം എക്സാമ്പിളാണ് പറയണത്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടുന്ന് മുതൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ 2 മാസമായി, ആക്ച്വലി 2 മാസമല്ല, 1 മാസമായി. 1 മാസം ഒന്നും ചെയ്തില്ല. ഈ പേപ്പർ വർക്കും ഇതിൻ്റെയും കാര്യങ്ങളിൽ ഞാൻ ഓടി നടക്കായിരുന്നു. 1 മാസമായിട്ട് ഞാൻ ട്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഐ നോ മെനി ഓഫ് പീപ്പിൾ വോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ ഫോറക്സ് ട്രേഡിങ് ഞാൻ പഠിച്ചു, നല്ലോണം പഠിച്ചു തുടങ്ങി. കുറച്ച് പ്രോഫിറ്റബിളും ആയി തുടങ്ങി. പിന്നെ അതിൻ്റെ കുറേ ലൂസ് ചെയ്തു. കുറേ അല്ല, ഞാൻ ആക്ച്വലി തുടങ്ങിയത് $10 വെച്ചിട്ടാണ്. $10 ഞാൻ $200-270 വരെ ഉണ്ടാക്കി. പിന്നെ അത് ലൂസ് ചെയ്തു. പിന്നെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പല രീതിയിൽ നമ്മൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കരുത്. ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പണി നോക്കുന്നത് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെൻറ്റ്സും എല്ലാതും അവർ സീസ് ചെയ്തു, റെൻറ്റ് കൊടുക്കാൻ പറ്റാതുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്, ഞാൻ സൗണ്ട് എഞ്ചിനീയറാണ്, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുന്നത് വെച്ചാൽ അതിൻ്റെ അത്രയും പൈസയും ചിലവുമുണ്ട്, വിച്ച് ഐ ഡോണ്ട് ഹാവ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെൻ ഐ ക്യാൻ മേ ബി ഇൻവെസ്റ്റ് സംതിങ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ബാക്ക് ഇൻ ഇന്ത്യ. മെയിൻ തിങ് ഈസ് ഹൗ ടു ഗെറ്റ് ബാക്ക് ടു ഇന്ത്യ നൗ. തിരിച്ച് ഡൽഹിക്ക് എനിക്ക് എത്തണം. അതിനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം, കുറച്ച് ക്യാഷ് കിട്ടാനുള്ളത് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ബൈ ഇൻ 2 weeks ടൈം ഐ വിൽ ബി ബാക്ക്. ഐ ഷുഡ് ബി ബാക്ക്. ഐ ഹാവ് ടു ബി ബാക്ക്. ഇതാണ് ദുബായ്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ക്രെയിൻസ് ഇതെല്ലാതും നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ? ഇതിൽ ഒരു വെള്ളക്കാരനോ ഒരു അറബിയോ ആരും കാണില്ല. എല്ലാം നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അവിടെ നോക്കൂ, ക്രെയിൻസ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കാണുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് നമ്മളുടെ ആൾക്കാരാണ്. ചീപ്പ് ലേബർ. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നാവണം, ആ ഒരു ഡ്രീമും വെച്ചിട്ടാണ് പലരും ഇവിടെ വരുന്നത്.
ചിലവർ രക്ഷപ്പെടും, ഞാൻ പറഞ്ഞ മാതിരി ചിലവർ രക്ഷപ്പെടില്ല. അതിലൊരാളാണ് ഞാൻ, രക്ഷപ്പെടാത്ത ഒരാൾ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ്. വി വിൽ മേക്ക് ഇറ്റ്, വിച്ച് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു പ്രൂവ് ഇറ്റ് ത്രൂ ദിസ് ചാനൽ. എന്നുവെച്ചാൽ എൻ്റെ മാതിരി പലരും ഉണ്ടാവും. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. യു ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. യു ഹാവ് ടു തിങ്ക് പോസിറ്റീവ് ഓൾവേസ്. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നേക്ക് ഇത്രയും മാത്രം. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഡെയിലി ഇങ്ങനെ രാവിലെ നടക്കാൻ വരുമ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാം. നാളെ ഒന്ന് അടിയിൽ പോയിട്ടൊന്ന് കറങ്ങണം. ഭയങ്കര ചൂട്. എനിക്കൊന്ന് 6 മണിക്കല്ല, ഇനി 5 മണിക്ക് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ വെറുതെ ഇരുന്ന് ആകെ കുറച്ചൊന്ന് തടിയൊക്കെ ഒന്ന് കൂടി ആകെ ഒരു ഇതാ. ഇപ്പോൾ നമുക്ക്, ഞാൻ ആക്ച്വലി 2 മാസം 3 മാസം കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നെ ഈ സ്ട്രെസ്സും ഇതൊക്കെ വന്നുകൊണ്ട് അതങ്ങോട്ട് നിർത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ ഇൻ മൈ വ്ളോഗ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.